കുഞ്ഞിന് എപ്പോഴും ജലദോഷമാണ്, കഫക്കെട്ടാണ്, മൂക്കടപ്പാണ്, കൂർക്കം വലിച്ച് ഉറക്കമാണ് എന്നൊക്കെ ഒരുപാട് പരാതികൾ പറയുന്ന കൂട്ടത്തില് രക്ഷിതാക്കൾ പറയാറുണ്ട് കുട്ടിക്ക് അഡിനോയിഡിന്റെ പ്രശ്നമാണ് എന്നുള്ളത്. സത്യത്തിൽ ഈ അഡിനോയിഡ് എന്താണ്, അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്താണ് നമുക്കൊന്ന് നോക്കാം. ഏകദേശം 15 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെ കുട്ടികളിൽ ആക്റ്റീവ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയിൽ വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് ഗ്രന്ഥി. കുഞ്ഞുങ്ങൾ ശ്വസിക്കുന്ന വായുവിലുള്ള മലിന പദാർത്ഥങ്ങളെയൊക്കെ അവിടെ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യുകയും ശ്വാസകോശത്തെ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ ധർമ്മം. എന്നാൽ ചില കുഞ്ഞുങ്ങളിൽ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരാറുണ്ട്, ഇൻഫെക്ഷൻ വരാറുണ്ട്. ഇങ്ങനെ വീക്കം വരുന്ന ഈ ഗ്രന്ഥി സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എയർ പാസേജിനെ ബ്ലോക്ക് ചെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അലർജി, പിന്നെ പാരമ്പര്യമായിട്ട് ഈ ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ സാധ്യത കിട്ടാറുണ്ട്. മുലപ്പാൽ കുറവ് മാത്രം കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട്. പിന്നെ അന്തരീക്ഷ മലിനീകരണം കൊണ്ടൊക്കെ ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി കുട്ടികളിൽ വരാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. വിട്ടുമാറാത്ത പനി, ജലദോഷം, മൂക്കടപ്പ്, ചെവി വേദന, ചെവിയിൽ നിന്ന് പഴുപ്പ് ഒലിച്ചിറങ്ങുക, കേൾവിക്കുറവ്, തൊണ്ടവേദന, കൂടുതൽ സമയവും വാ തുറന്നിരിക്കുക, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, അതുപോലെ തന്നെ കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുക, വായിൽ നിന്ന് പത വരിക, ഉറങ്ങുന്ന സമയത്ത് ബെഡിൽ കിടന്ന് ഉരുണ്ട് മറിയുക, ഉറക്കത്തിൽ അറിയാതെ മൂത്രമൊഴിക്കുക. ഇതൊക്കെയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ചില കുട്ടികളിൽ ഉറക്കത്തിൽ ശ്വാസം നിന്നു പോവുകയും പെട്ടെന്ന് എണീറ്റ് ശ്വാസം എടുക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളൊരു കുഞ്ഞിൽ കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും കൃത്യമായ ഹോമിയോപ്പതി ചികിത്സ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.